Alhamdulillahi Rabbil Alamin. Wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. ബഹുമാനമുള്ള ഉസ്താദുമാരെ, കമ്മിറ്റി ഭാരവാഹികളടക്കമുള്ള മാനേജ്മെന്റ് പ്രതിനിധികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ റമദാനിന്റെ അവധി കഴിഞ്ഞ് നമ്മുടെ മത വിദ്യാഭ്യാസത്തിന്റെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന പ്രവർത്തനങ്ങളാണ് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഔദ്യോഗികമായി നമ്മുടെ എല്ലാ മദ്രസകളും ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ മദ്രസയെ സംബന്ധിച്ചിടത്തോളം വിശാലമായി പരന്നു കിടക്കുന്ന ഈ മഹല്ലിലെ, ഈ പ്രദേശത്തുള്ള ചെറിയ കുട്ടികൾക്ക് അങ്ങോട്ട് എത്തിപ്പെടാനുള്ള അസൗകര്യം പരിഗണിച്ചാണ് ഇവിടെ ചെറിയൊരു ബ്രാഞ്ച്, 1ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഒരു ബ്രാഞ്ച് ഇവിടെ ആരംഭിക്കുന്നത്. മദ്രസയുടെ ഒരു ഡിവിഷൻ ഇവിടെ വെച്ച് നടത്തുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അഡ്മിഷൻ ചെയ്യുന്നതും ഉത്തരവാദിത്തങ്ങളും സദറുസ്താദിന്റെ മേൽനോട്ടവും ഒക്കെ നമ്മുടെ മദ്രസയുടെ ഭാഗമാണ്. ഒരു ഡിവിഷൻ ഇവിടെ വെച്ചുകൊണ്ട് നടത്തുകയാണ് നമ്മുടെ ചനപ്പറമ്പിൽ നടത്തുന്നത് പോലെ. അതിന്റെ ഒരു ഉദ്ഘാടനത്തിനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ പ്രദേശത്തുള്ള ആളുകളുടെ അങ്ങേയറ്റത്തെ പരിശ്രമമാണ് അതിന് കാരണമായിട്ടുള്ളത്. അതിന് സൗകര്യപ്പെടുത്താൻ അതിന് വേണ്ട സാമ്പത്തിക ചെലവുകളൊക്കെ ഈ ഭാഗത്തുള്ള ആളുകൾ വഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഒന്നും അറിയാത്ത നമ്മുടെ ചെറിയ കുട്ടികൾ, അവരെ അക്ഷരം പഠിപ്പിക്കുന്ന, ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്ന മഹത്തായ ഒരു കർമ്മമാണിത്. നമ്മളിതിന്റെ ആഴത്തിലേക്ക് ചിന്തിച്ചാൽ ഇതിനേക്കാൾ വലിയ മറ്റൊരു കാര്യമില്ല. ഒന്നും അറിയാത്ത കുട്ടികളെ മദ്രസയിൽ ചേർത്ത് അവർ അറബി അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും പഠിക്കുക വഴി പരിശുദ്ധമായ ഖുർആനിന്റെ ഭാഷ പഠിക്കുകയാണ്. ഇസ്ലാമിക സംസ്കാരങ്ങൾ പഠിച്ച് ഒരു ഉത്തമമായ ഒരു സമൂഹത്തിന്റെ ഒരു അംഗമായി നമ്മുടെ കുട്ടികളെ ചേർക്കുക. അതിന്റെ തുടക്കമാണ് നമ്മുടെ മദ്രസ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 1ാം ക്ലാസ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട ഉസ്താദ് 1ാം ക്ലാസ്സിലെ ഉസ്താദാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരാണല്ലോ അതിന്റെയൊക്കെ നമ്മളൊക്കെ വിജയത്തിന്റെ തുടക്കം കുറിച്ച് തന്നിട്ടുള്ളത്. അവരാണ് ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനുള്ള വൈഭവവും അതിനുള്ള പരിശീലനവും ഒക്കെ നേടിയിട്ടുള്ള ഉസ്താദുമാരാണ് 1ാം ക്ലാസ്സിലെ അധ്യാപനം നടത്തുക. ആ കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിച്ച് വിവിധ രക്ഷിതാക്കളുടെ മക്കൾ, വിവിധ സ്വഭാവക്കാരായ മക്കളെ ഒരേ ബെഞ്ചിലിരുത്തി അവർക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പുണ്യകർമ്മം. അതിൽ ആരൊക്കെ ഭാഗവാക്കാകുന്നുവോ അവർക്കൊക്കെ അതിന്റെ പുണ്യങ്ങൾ കരസ്ഥമാവും. യഥാർത്ഥത്തിൽ ഒരു കുട്ടികൾക്ക്, നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് ഓരോ രക്ഷിതാവിന്റെയും കടമയാണ്. എന്നാൽ നമ്മുടെയൊക്കെ കേരളക്കരയിലുള്ള ഈ മദ്രസകളിലൊക്കെ ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടന്നു വരുന്നത്. നമ്മുടെ കുട്ടികൾ മദ്രസയിൽ പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും ഉസ്താദുമാർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, പരിസന്യ കൊടുക്കുന്നു. അങ്ങനെ ഇതൊരു സാമൂഹ്യ ബാധ്യതയായി എല്ലാ നാട്ടുകാരും ഏറ്റെടുത്ത് വളരെ കുറ്റമറ്റ രീതിയിൽ, വളരെ മനോഹരമായി എല്ലാ നാടുകളിലും മദ്രസകൾ പ്രവർത്തിച്ചു വരികയാണ്. ഓരോ വർഷവും അതിൻ്റെ ചാതുല്യവും അതിൻ്റെ മനോഹാരിതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅൻ ഇല്ല മുസ്തമിഅൻ ഔ മുഹിബ്ബൻ. നീ ഒരു ആലിമാവ്, അല്ലെങ്കിൽ നീ ഒരു അറിവിനെ പഠിക്കുന്നവനാകൂ, അവര് പറയുന്നത് കേൾക്കുന്നവനാക്, അല്ലെങ്കിൽ അവരെ ഇഷ്ടം വെക്കുന്നവനാക്. നാലാലൊരു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. ഇൽമിന്റെ അഖിലുകാരെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കുക. നമുക്ക് പഠിക്കാൻ വേണ്ടതുപോലെ സൗകര്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ആ വിഷമം നമ്മൾ തീർക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അറിവിനെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടാണ് നമ്മൾ ആ സങ്കടം നമ്മൾ തീർക്കേണ്ടത്. ഇൽമ് പഠിച്ചും അതൊരു പണ്ഡിതനായി അല്ലെങ്കിൽ അതിനെ പഠിക്കുന്നവനായി മാറുക, മുതഅല്ലിമീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുക. ഇൽമിന്റെ അഖിലുകാരാവാൻ ഏറ്റവും വലിയൊരു വഴിയാണ്. അതിൽ ഒരുപാട് വഴികൾ നമുക്കുണ്ട്. അറിവ് പഠിക്കാൻ പ്രത്യേകമായ സമയങ്ങളില്ല, പ്രായങ്ങളില്ല, ഏത് കാലത്തും നമുക്കത് പഠിക്കാം. അതുകൊണ്ട് ഇവിടെ ഒരു പള്ളിയുണ്ട്, അൽഹംദുലില്ലാ ഒരു ഇമാമുണ്ട്, ഒക്കെയുണ്ട്. അവരെയൊക്കെ ഉപയോഗപ്പെടുത്തി എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഈ പ്രദേശത്തുള്ളവർക്കുണ്ടാകണം. എല്ലാവരും ഇൽമിന്റെ അഖിലുകാരാവുക അങ്ങനെയാണ്. സുബൈന്റെ ശേഷം ഒരു ചെറിയ ക്ലാസ് ഇപ്പൊ പള്ളിയിലൊക്കെ വെച്ച് നടത്തുന്നത് പോലെ, അതുപോലെ യുവാക്കളാകുന്ന ആളുകൾക്ക് ആഴ്ചയിൽ എപ്പോഴെങ്കിലൊക്കെ ഒരു ക്ലാസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒത്തുകൂടൽ ഉണ്ടായാൽ അറിവുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴിയാനും അതിന്റെ ഒരു ബറക്കത്ത് നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. അപ്പൊ ഈ സ്ഥാപനം ഇവിടെ നടക്കുക വഴി ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ അതൊരു വലിയ വെളിച്ചമാണ്. ഈ മദ്രസയോട് നിങ്ങൾ ചേർന്ന് നിൽക്കുകയും ഉസ്താദിനോട് സഹകരിക്കുകയും അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ സഹോദര സഹോദരിമാരും നമ്മുടെ ഈ സ്ഥാപനത്തെ, അതുപോലെ നമ്മുടെ കേന്ദ്ര മദ്രസയെ ഒക്കെ അടുത്തറിയുകയും അവർക്ക് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാവരും സഹായിക്കുന്നവരാണ്, സഹകരിക്കുന്നവരാണ്. ഏതൊരു കാര്യം നമ്മൾ പറഞ്ഞാലും അത് ഏറ്റെടുക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മുടെ ദർശന്റെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അത് അവർ ഏറ്റെടുത്ത് നടക്കുകയാണ്. മുതഅല്ലിമീങ്ങളുടെ ചെലവിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ചായനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ അവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതൊക്കെ മനസ്സമാധാനത്തോടെ സംതൃപ്തിയോടുകൂടി നമ്മൾ ചെയ്യുക. ഉസ്താദുമാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഒക്കെ മനസ്സിന് സന്തോഷം ഉണ്ടാവുക. അതൊക്കെ നമ്മുടെ വീട്ടില് ഖൈറും ബറക്കത്തും ഉണ്ടാവാനുള്ള കാരണമാണ്. കാരണം നമ്മുടെ മക്കൾക്ക് ഇൽമിനെ പഠിപ്പിക്കുന്നവർ എന്ന് പറയുന്നത് അവർ നമ്മൾ എത്ര ബഹുമാനിച്ചാലും മതിയാവുകയില്ല. ആ ഗുരു എന്ന ആ വലിയ സ്ഥാനം അത് എന്തുകൊണ്ടും പവിത്രമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ഉസ്താദുമാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആദരിക്കണം, ബഹുമാനിക്കണം. അതുകൊണ്ട് അറിവിന്റെ പക്ഷത്ത് നിന്ന് ഇൽമിന്റെ പ്രവർത്തകരായി നമ്മൾ മാറുക. നമുക്കറിയാം, നമ്മുടെ പൂർവികന്മാരൊക്കെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി. അവരൊക്കെ നമ്മൾ ഈ സമയത്ത് അനുസ്മരിക്കാനും അവർക്ക് ദുആ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിട്ട് നമ്മൾ ഈ സമയമൊക്കെ ചെലവഴിക്കണം. നമ്മൾ ഇതിന്റെയൊക്കെ പ്രവർത്തകന്മാരായാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അതാണ്. ഇതിനു വേണ്ടി സഹകരിച്ചവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കും. ഒരു ദർസ് തുടങ്ങുകയാണെങ്കിൽ ആ ദർസ് തുടങ്ങുന്ന സമയത്ത് ഒരു പ്രാർത്ഥന ഉണ്ട് എല്ലാ ദിവസവും. ആ പ്രാർത്ഥനയിൽ നിരന്തരമായി അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, അവരെ സഹായിക്കുന്ന, മരണപ്പെട്ടു പോയവർക്ക്, ഉസ്താദുമാർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുകയാണ്. അപ്പൊ ആ ദുആയിലൊക്കെ നമ്മൾ ചെറിയൊരു ഇടം നമുക്ക് ലഭിക്കാൻ ഇതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് സാധ്യമാകും. ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. അല്ലാതെ വേറൊരു ലക്ഷ്യം നമുക്ക് ഇതിന്റെ പിന്നിലില്ലല്ലോ. അതുകൊണ്ട് ഇൽമുമായി ബന്ധപ്പെട്ട് പള്ളി, മദ്രസ, അതിനോടൊക്കെ ചെറിയൊരു ഒരു സഹകരണ മനസ്സ് നമ്മിൽ ഉണ്ടാവുക. ആ മനസ്സാണ് ഈ ഇരിക്കുന്നവരുടെ ഒക്കെ മനസ്സിലുള്ളത്. അതാണല്ലോ ഈ സമയത്ത് നമ്മൾ ഇവിടെ എല്ലാം മാറ്റിവെച്ച് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഒക്കെ പ്രവർത്തനങ്ങളെ മുന്നിലേക്ക് വന്നുകൊണ്ട് ഏറ്റെടുത്ത് നിങ്ങളൊക്കെ നടത്തണം. നമ്മളൊക്കെ എപ്പോഴും നമുക്കൊരു തോന്നലാണ്, നമ്മളിതിനൊന്നുമില്ല, ഒരു മുന്നിലെ സോഫക്ക് കയറിക്കാൻ നമുക്ക് മടിയാണ്, എപ്പോഴും നമ്മൾ ബേക്കിലായിരിക്കുക. അങ്ങനെ ആവരുത്.
നമ്മൾ മുന്നോട്ട് വരണം. നമ്മളൊക്കെ തന്നെയാണല്ലോ ഇത് ഏറ്റെടുത്ത് നടത്താറ്. നമുക്ക് സ്ഥാനം വേണ്ട, സ്ഥാനമാനങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ദീനിയായ പ്രവർത്തനത്തിൽ പങ്കുചേർന്ന് ആരെങ്കിലുമൊക്കെ ദ്വാരക്കുമ്പോൾ ആ കൂട്ടത്തിൽ, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്ക് വേണ്ടി ദ്വാരക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമുക്കൊരു ഇടം കിട്ടാൻ എല്ലാവരും എന്ത് ചെയ്യണം? ഇതിനോട് ചേർന്ന് നിൽക്കണമെന്നാണ് പറയാനുള്ളത്. കൂടുതലായി ഒന്നും പറയുന്നില്ല. സഹോദരിമാരെ ശബ്ദം ശ്രവിക്കുന്നുണ്ട്. അവരൊക്കെ ഇൽമിനെ സ്നേഹിക്കുന്നവരാണ്. മുതാലിമീങ്ങൾക്ക്, ഉസ്താദുമാർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്. അല്ലാഹു തആല അവരുടെ കൈകളിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെയൊക്കെ വീടുകളിൽ അല്ലാഹു തആല സന്തോഷം നൽകുമാറാവട്ടെ. ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ആരംഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്, വലിയ ധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരിലേക്ക് അല്ലാഹുവേ ഇതിന്റെ മിസ്ൽ സവാബിനെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരുടെ ജോലികളിൽ നീ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. അവരുടെ സമ്പത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. ആരോഗ്യത്തിൽ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. നിത്യജീവിതത്തിന് വേണ്ടി തന്റെ ആവശ്യങ്ങൾക്ക് മറ്റൊരുത്തനോട് പറയേണ്ട ഒരു ഗതിയില്ലാതെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മുടെ കൈകളിൽ തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഇതിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഈ സ്ഥാപനത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ പഠിപ്പിക്കപ്പെടുന്ന ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട്, ആ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ അല്ലാഹു തആല അനുഗ്രഹങ്ങൾ ചൊരിയുമാറാവട്ടെ. ഈ പ്രദേശത്തിന് പ്രത്യേകതയുള്ളത് ഒരുപാട് സമുദായ സഹോദരന്മാർ, വിവിധ മതസ്ഥരായ ആളുകൾ, എല്ലാവരും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരും വലിയ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. റബീഉൽ അവ്വലിലൊക്കെ നബിദിനത്തിലൊക്കെ നമ്മളത് എപ്പോഴും കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ സൗഹാർദ്ദം നിലനിർത്തുന്ന, മദ്രസയിൽ പഠിപ്പിക്കുന്നതും ആ സൗഹാർദ്ദമാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോ അത് മതം നോക്കാതെ എല്ലാവരെയും അവരെ പട്ടിണി കിടക്കുന്ന സമയത്ത് നമ്മൾ വയറ് നിറച്ച് കഴിക്കുന്നത് ഇസ്ലാമിന്റെ ഭാഗമല്ല എന്നാണ് നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത്. മാനവ സാഹോദര്യവും സ്നേഹവുമാണ് മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്നത്. ആ സ്നേഹത്തിന്റെ അങ്ങനെയുള്ള മതബോധമുള്ള, സ്നേഹത്തിന്റെ കരുണയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ നാട്ടിലും പ്രദേശങ്ങളിലൊക്കെ ഈ സാമുദായിക സ്നേഹവും സൗഹാർദ്ദവും നിലനിൽക്കുകയുള്ളൂ. അല്ലാഹു ആ ഒരു സാഹചര്യം ഈ പ്രദേശത്തൊന്നും നിലനിർത്തി തരുമാറാവട്ടെ. എല്ലാവർക്കും അല്ലാഹു ക്ഷേമവും ഐശ്വര്യവും ഹിദായത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദോർക്കല്ലേ ബിസ്മില്ലാഹി عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله الناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم أوصل وبلغ مثل ثواب ما قرأناه إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والأولياء والعلماء والصالحين. اللهم بحقهم وبجاههم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم اجعلنا من المتعلمين الذين يتعلمون العلم لوجهك
الكريم واهدنا إلى صراطك المستقيم اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم رب يسر ولا تعسر رب زدنا علما وعلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة اللهم رب يسر ولا تعسر رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة اللهم رب يسر ولا تعسر رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസിനെ നീ കബൂലാക്കണേ റബ്ബേ അല്ലാഹുവേ ഇൽമിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ഈ മജ്‌ലിസ് നീ കബൂലാക്കണേ റബ്ബേ നീ ഖായിബാക്കരുതേ അല്ലാഹ് പടച്ചവനെ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ റബ്ബേ ഉദ്ദേശങ്ങളൊക്കെ ഹാസിലാക്കണേ റബ്ബേ ഞങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ മക്കൾക്ക് ഇൽമിനെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സംരംഭം ഒരുക്കിയതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയതാണ് നീ സ്വീകരിക്കണേ റബ്ബേ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്ക് രണ്ട് ലോകത്തും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ് ഇതിനു വേണ്ടി പണവും ആരോഗ്യവും സമ്പത്തും മറ്റ് സഹായ സഹകരണങ്ങളും നൽകിയ എല്ലാവരിൽ നിന്നും നീ കബൂലാക്കണേ റഹ്മാനേ ഓരോരുത്തർക്കും അർഹമായ സവാബ് നൽകണേ റബ്ബേ അതിന്റെ മിസ്ൽ സവാബ് അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരിലേക്ക് നീ എത്തിക്കണേ റഹ്മാനേ അവരുടെ ഖബറിടങ്ങളെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ് സ്വർഗ്ഗത്തിലെ ഒരു കവാടം അവരുടെ ഖബറിലേക്ക് തുറന്നു കൊടുക്കണേ റബ്ബേ പടച്ചവനെ ഇതിനു വേണ്ടി സഹായിച്ച മുഴുവൻ ആളുകൾക്കും നീ എല്ലാ വിധത്തിലുമുള്ള നന്മകൾ നൽകണേ റഹ്മാനേ അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ റഹ്മാനേ ജോലികളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ് ആരോഗ്യത്തിൽ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ അവരുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനേ പടച്ചവനെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾക്ക് നീ നാഫിയായ ഇൽമിനെ ഏറ്റി കൊടുക്കണം റഹ്മാനേ നാടിനും മക്കൾക്കും കുടുംബങ്ങൾക്കുമെല്ലാം ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളാക്കി കൊടുക്കണേ റഹ്മാനേ നല്ല സ്വാലിഹീങ്ങളായ കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള എല്ലാവിധ തൗഫീഖും ഈ സ്ഥാപനത്തിനും ഇതിന് പ്രവർത്തിക്കുന്നവർക്കും അതിന് അധ്യാപനം നടത്തുന്ന ഉസ്താദിനും നീ നൽകണം റഹ്മാനേ പടച്ചവനെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ കബൂലാക്കണേ റബ്ബേ ഈ പ്രവർത്തനത്തെ നീ ഏറ്റെടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ റഹ്മാനേ ഇതിനു വേണ്ടി സഹായിക്കുന്നവർ സഹകരിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും നീ അർഹമായ വണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനേ നമ്മുടെ മഹല്ലത്തിലുള്ള എല്ലാ ദീനീ സംരംഭങ്ങളെയും നീ വിജയിപ്പിക്കണേ റഹ്മാനേ അതിന് ശമ്പളമൊന്നും വാങ്ങാതെ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ അവർക്കൊക്കെയും നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനേ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട് വരിസംഖ്യ നൽകിയും മറ്റും സഹായിക്കുന്ന സഹകരിക്കുന്നവരുണ്ട് ഏതെല്ലാം നിലക്ക് പ്രവർത്തിക്കുന്നവരുണ്ടോ എല്ലാവർക്കും അതിന് അർഹമായ സവാബ് നൽകണേ അല്ലാഹ് ഇതിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രദേശത്ത് നീ ഖൈറും ബറക്കത്തും ഒരുമയും സ്നേഹവും സൗഹാർദ്ദവും നീ നിലനിർത്തി തരണം റഹ്മാനേ എല്ലാവിധ പ്രയാസങ്ങളും ആഫാത്ത് മുസീബത്തുകളും ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ പരിസരത്തിൽ നിന്ന് നീ ഉയർത്തിക്കളയണം റഹ്മാനേ സ്നേഹമുള്ള സന്തോഷമുള്ള വിട്ടുവീഴ്ച ചെയ്യുന്ന മനസ്സുള്ള സൗഹാർദ്ദത്തിന്റെ മനസ്സിന്റെ ഉടമകളാക്കണം റഹ്മാനേ അല്ലാഹുവേ ഇതുപോലെ നിന്റെ സ്വർഗ്ഗത്തിലും അർശിന്റെ തണലിലും ഒരുമിച്ച് കൂടാനുള്ള ഒരു സബബായി ഈ മജ്‌ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
ായിട്ട് പറയും. ചായ കുടിച്ചില്ലേ വീട്ടിൽ നിന്ന്? എന്നാലും ഞങ്ങള് തന്ന ബലൂണും കൂടെ അങ്ങോട്ട് കൊടുക്കണോ? അതാണിത്. ഇത് വേറെ ബലൂണല്ലേ? വേറെ മതസ്ക്ക് വന്നിട്ടല്ലേ? എന്നാലും ഞങ്ങൾ അങ്ങോട്ട് വന്നില്ലേ? ഞാൻ കണ്ടീനോ? നല്ല ഉഷാറായിട്ട് പഠിക്കണം കേട്ടോ. ഇന്നലെ പാടി തന്ന പാട്ടൊന്ന് പാടിത്തരും. ആ അതെ നല്ല ഉഷാറായിട്ട് വായിക്കും വേണം, എഴുതും വേണം, സൈറ്റിലും അതേപോലെ നോട്ട് ബുക്കിലൊക്കെ നല്ല ഉഷാറായിട്ട് എഴുതണം. എഴുതൂലേ? നല്ല കുട്ടികളല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു നോക്കുന്നുണ്ട്. നിങ്ങൾ എഴുതുന്നുണ്ടോ, വായിക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ ഒക്കെ നോക്കാൻ വേണ്ടി കേട്ടോ. അതൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിലൊക്കെ വരും കേട്ടോ. ഓന് പിന്നെ ആദ്യം പരിചയമുള്ളതുകൊണ്ട്. അപ്പൊ ഒന്നാമത്തെ നമ്മളൊക്കെ നല്ല കുട്ടികളാക്കട്ടെ. നമ്മളെ ഉമ്മാക്കും നമ്മളെ ഉപ്പാക്കും ഉസ്താദന്മാർക്കും മദ്രസയെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഇരു വീട്ടിലും നന്മ നൽകട്ടെ. ഒന്നാമത്തെ നമ്മൾ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. ഒന്നാമത്തെ ആളുകൾ മറ്റേ